ചിന്നക്കനാലിലെ കാട്ടാനക്കലിയിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ കാരണം കണ്ടെത്തി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ മൂന്നാർ ഡിഎഫ്ഒയ്ക്ക് നിർദ്ദേശം. വിവരങ്ങളുമായി അഖിൽ ടി.എസ് കൂടി ചേരുകയാണ്. അഖിൽ ടി.എസ്, അങ്ങനെ സ്വമേധയാ ഒരു അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. നിരവധി ആളുകളാണ് അവിടെ ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സിന്ധൂരി, ഇന്നലെയാണ് മാരി എന്ന യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്ന കാര്യം, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 47 പേർ ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മൂന്നാർ ഡിഎഫ്ഒയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായിട്ടുള്ള ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായി കണ്ടെത്തണം. കാട്ടാനകൾക്ക് സുഗമമായി കടന്നുപോകാനുള്ള ആനത്താരകൾ ഇല്ലാതായതാണോ ഇത്തരത്തിൽ അക്രമത്തിന് കാരണമായതെന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഇതിൽ എന്താണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്നുള്ള കാര്യങ്ങളടക്കം കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്ന് മൂന്നാർ ഡിഎഫ്ഒയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അച്ഛനും ഇന്നലെ മരിച്ച മാരിയോടൊപ്പം തന്നെ ഇതിനു മുൻപ് 1 വർഷം മുമ്പ് ആ കുട്ടികൾ അച്ഛനും മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ 2 കുട്ടികൾ അനാഥരാണ്. ആ കുട്ടികളുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. ആ നഷ്ടപരിഹാരം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആ കൃത്യമായ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കണം. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായ ഒരു കമ്മീഷനെ വെച്ച് ആ കുട്ടികളുടെ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മേൽനോട്ടം വഹിക്കണം എന്നിങ്ങനെ വിശദമായ മാരിയുടെ കുട്ടികളെ അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം നൽകാനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ ഡിഎഫ്ഒയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിന്ധൂരി, ശരി, വ്യക്തമാണ്. അഖിൽ ടി.എസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്.